ഹാപ്പി ശബത്ത്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരുമരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സമ്പകളെ കൊണ്ട് നിറഞ്ഞ ഒരാഴ്ചവട്ട കാലം നമ്മളെ വിട്ട് കടന്നുപോയി. വരാമെന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഈ വിശുദ്ധ ദിവസത്തിൻ്റെ സന്തോഷം നമുക്കേവർക്കും ഒരുമിച്ച് അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം ഇപ്രകാരമുള്ളൊരു നല്ല സുദിനം നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ ചാരത്തും ദൂരത്തുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വിശുദ്ധ ആരാധനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ വിപത്ത് വളരെ പ്രയാസഘട്ടത്തിലൂടെയാണ് ഓരോ വ്യക്തി ജീവിതങ്ങളും മുന്നോട്ട് കടന്നു പോകുന്നത്. ഈ ആഴ്ചയിൽ അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എങ്കിലും സ്വർഗത്തിലെ ദൈവം വിവിധ ദേശങ്ങളിലായിരിക്കുന്ന നമ്മളേവരെയും സുഭദ്രമായിട്ട് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ഈ സ്വസ്ഥ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ തന്ന വലിയ അവസരത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രത്യേക ഇന്നത്തെ ശുശ്രൂഷയിലായിരിക്കുന്നവരെയും കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുമാറാകട്ടെ. ശുശ്രൂഷയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശുദ്ധ ആരാധനയുടെ ആരംഭമായിട്ട് സത്യപ്രദീപ ഗാനങ്ങളിലെ 70-ാമത്തെ ഗാനം നമുക്ക് ഏവർക്കും ചേർന്ന് പാടാം. ആശിഷമാരിയുണ്ടാകും ആനന്ദവാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി മൺമഴ താ ദൈവമേ. ആശിഷമാരിയുണ്ടാകും വീണ്ടും നല്ലുണർവുണ്ടാകുന്നു പള്ളങ്ങളിന്മേലും കേൾവൻ മഴയിൻ സ്വരം. ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴ താ ദൈവമേ. ആശിഷമാരിയുണ്ടാകും കർത്താ ഞങ്ങൾക്കും താ, ഇപ്പോൾ നീ വാക്കേ നീയോർത്തു നൽവരം തന്നിടുക. ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴ താ ദൈവമേ. ആശിഷമാരിയുണ്ടാകും എത്ര നന്നിന്നു പെയ്യിൽ, പുത്രന്റെ പേരിൽ തന്നാലും ദൈവമേ നേരത്തിൽ. ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി വന്മഴ താ ദൈവമേ. ഇന്ന് പകൽക്കാലം വേദവായനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം സങ്കീർത്തനങ്ങൾ 46. സങ്കീർത്തനങ്ങൾ 46. അവ ഇപ്രകാരം നമ്മളോട് അരുളി ചെയ്യുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു,
കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരിച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രോധിച്ച് രാജ്യങ്ങൾ കുലുങ്ങി. അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവിൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹപൂർണ്ണമാകുന്ന ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് ഏവർക്കും ഒരുമിച്ച് അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ ആയുസ്സും കൂടെ ദാനമായി നൽകിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമ്പളെ കൊണ്ട് നിറഞ്ഞ ഒരാഴ്ചവിട്ടക്കാലം ഞങ്ങളെ വിട്ടുപോയി. വരാമെന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തന്ന വലിയ സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകാല ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ വിപത്ത് ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാനോ ചിന്തിക്കുവാനോ നല്ലൊരു കൂട്ടായ്മ ആചരിക്കുവാനോ ഒന്നും സാധിക്കാത്ത ഈ കാലത്ത് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രത്യാശയോടുകൂടി ജീവിതം നയിക്കുവാൻ ഞങ്ങളേവരെയും സഹായിക്കുന്ന വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും പിന്നോക്കം വലിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ഓരോ നാളും മുന്നോട്ട് ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി, സമൂഹമായി, വ്യക്തിപരമായി, കുടുംബങ്ങളായി എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകമല്ല ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം അന്യദേശത്ത് വളരെ പ്രയാസം അനുഭവിക്കുന്നു. കർത്താവ് അവരെ കാണുകയും അവരോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തന മേഖലകളിലും കർത്താവിൻ്റെ അദൃശ്യമായ കാര്യങ്ങൾ കൂടിയിരുന്ന് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരാമെന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രിയ മക്കൾക്ക് കൊടുക്കുമാറാകണമേ. പ്രത്യേക കർത്താവെ, രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യവും സന്തോഷവും പ്രദാനം ചെയ്ത് ദൈവം എനിക്ക് നല്ലത് ചെയ്തു എന്ന് സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം എല്ലാ പ്രിയമക്കളെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവിൻ്റെ വചനമേന്തി നിൽക്കുന്ന ദൈവത്തിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നല്ലൊരു ആലോചന ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ലഭിക്കുവാനും കർത്താവിൻ്റെ തിരുവചനം ധ്യാനിച്ച് ചിന്തിച്ച് ഓരോ ദിവസവും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ യാത്ര ചെയ്യുവാനുള്ള എല്ലാ കൃപയും നീ അവിടുന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കേരളക്കരയെ നീ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളാൽ COVID-19 എന്ന മഹാ അദൃശ്യ ശക്തിയുടെ വിളയാട്ടത്തിൽ അനേകർ പ്രയാസം അനുഭവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അവിടെ ഇവിടുന്നായി കാത്ത് സംരക്ഷിച്ച് പരിപാലിക്കുന്ന നല്ല ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി അവർ പ്രയാസം അനുഭവിക്കുന്നു. കർത്താവർക്ക് ആശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറുവശങ്ങളുടെ ബലഹീനതകളെല്ലാം ഞങ്ങളോട് മാറ്റി അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച് ആശീർവദിച്ച് പറഞ്ഞയക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഈ സമയം ബ്രദർ ഗോഡ്സൺ ബിനോയിൽ നിന്നും ഒരു പ്രത്യേക ഗാനം നമുക്ക് ശ്രവിക്കാവുന്നതാണ്. സ്നേഹം നാവിലപ്പമായും പ്രാണൻ തുടിച്ചിടുമ്പോൾ
ചേരണം. കനലായെരിയും മനസ്സിൻ കുളിരായി നീ എന്നിലൊന്നായി ചേരണം. സ്നേഹം നാവിലപ്പമായി പ്രാണൻ തുടിച്ചിടുമ്പോൾ യേശുവേ നിൻ ജീവനെന്നിൽ ചേരുന്നു. ഓർമ്മക്കിനിയും സ്നേഹവിരുന്നായി വചനമായി നീ നാവിൻ കുമ്പിൽ. ഓർമ്മക്കിനിയും സ്നേഹവിരുന്നായി വചനമായി നീ നാവിൻ കുമ്പിൽ. സ്നേഹം പടിയിറങ്ങും നെഞ്ചിൽ വരണേ അലിവു നിറയോ നാഥ. സ്നേഹമേ ത്യാഗമേ കുരിശിലെരിയും ദീപനാളമേ. സായം സായം സന്ധ്യ പോലെ സ്നേഹം മങ്ങിടുന്നു. യേശുവേ നിൻ ജീവനെന്നിൽ ചേരണം. സൗഖ്യം പകരും സ്പർശം നീ, ജീവനേകും ജലം നീ. സൗഖ്യം പകരും സ്പർശം നീ, ജീവനേകും ജലവും നീ. സുഹൃതം ശൈത്യമുറയും മനസ്സിൽ കനിവിൻ കലയരിക്കൂ നാഥ. സ്നേഹമേ ത്യാഗമേ കുരിശിലെരിയും ദീപനാളമേ. സായം സായം സന്ധ്യ പോലെ സ്നേഹം മങ്ങിടുന്നു. യേശുവേ നിൻ ജീവനെന്നിൽ ചേരണം. കനലായെരിയും മനസ്സിൻ കുളിരായി നീ എന്നിലൊന്നായി ചേരണം. സ്നേഹം നാവിലപ്പമായി പ്രാണൻ തുടിച്ചിടുമ്പോൾ യേശുവേ ജീവനെന്നിൽ ചേരണം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ച ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിച്ചു കൊള്ളുമാറാകട്ടെ. ദൈവം നല്ലവനാണ്. എല്ലായ്പ്പോഴും ദൈവം നല്ലവനാണ്. നമ്മെ വിവിധങ്ങളായ പ്രയാസങ്ങളിൽ നിന്നും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെയും ദൈവം നമ്മെ വിടുവിച്ചു. ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിപ്പിച്ചിരിക്കുന്നതായ വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആയതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കർത്താവിൽ ഞാൻ പ്രത്യാശിക്കുകയാണ്. വിവിധങ്ങളായ പ്രയാസങ്ങൾ ലോകത്തെല്ലായിടവും ഉണ്ട്.
പ്രത്യേകിച്ച് ഇന്ത്യയിൽ കോവിഡ് രോഗം വർദ്ധിച്ച് വരുന്നതായ ഒരു സമയമാണിത്. അതുപോലെ തന്നെ ഇന്ത്യയിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ജലപ്രളയ ഭീഷണി നിലനിൽക്കുന്നതായ ഒരു കാലഘട്ടം കൂടെയാണ്. നാം എല്ലാവരും നമ്മുടെ ദൈവമക്കൾക്ക് വേണ്ടി, ഈ സമൂഹത്തിലുള്ളതായ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വ്യാധികളെ അതിജീവിക്കുവാൻ തക്കവണ്ണം കഴിയുക. തീർച്ചയായും അത്തരത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോട് കൂടെ ഇരിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളിലുള്ളതായ എല്ലാ ശുശ്രൂഷകളിലും നിങ്ങൾ പങ്കെടുക്കുകയും അതിൻ്റെ നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന വലിയ ദയക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് കേൾക്കുമ്പോൾ അത് തീർച്ചയായും അത് ഞങ്ങൾക്ക് സന്തോഷമുളവാക്കുന്നതായ ഒരു കാര്യമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആയതുപോലെ തന്നെ ലോകത്തിലുള്ളതായ സകല മനുഷ്യർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രയാസങ്ങൾ ഉണ്ട് എങ്കിലും നമ്മെപ്പോലെ കഷ്ടമനുഭവിക്കുന്നതായ സഹോദരങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചു കൊള്ളുമാറാകട്ടെ. നിങ്ങൾ മറ്റനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ലോകത്തിലുള്ളതായ സകലർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകരെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായ അവസരങ്ങൾ ഞങ്ങൾ കണ്ടെത്തുകയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് രോഗഭീതിയുടെ നിഴലിൽ അനേകർ രോഗ ആസന്ന നിലയിലായിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുണ്ട്. വീടുകളിലും മറ്റു സ്ഥലങ്ങളിലുമായി ക്വാറന്റീനിലുള്ളതായ സഹോദരങ്ങളുണ്ട്. ഇവരെല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെയും ഞങ്ങളെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും കാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക് മുൻപായി നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുശ്രൂഷയെ നിങ്ങളുടെ കരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ടെക്നീഷ്യൻസ്, ഇതിനെ സഹായിക്കുന്നവർ, ഇതിനു വേണ്ടി അവരുടെ താലന്തുകൾ ഉപയോഗിക്കുന്നവരൊക്കെ ദൈവം സുരക്ഷിതമായി കാക്കുവാനും അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി നൽകുവാനും ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബദിൻ്റെ മണിക്കൂറുകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായുള്ള എല്ലാ കൃപകളും കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് നൽകുന്ന വലിയ ദയക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് കൂടെ ഇരുന്ന് അങ്ങയുടെ ആത്മാവിനാൽ അതിലുള്ളതായ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നതായ എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യുമാറാകണമേ. അങ്ങയുടെ ആത്മാവിനാൽ നിയന്ത്രിതരായിരിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്താലും ഭാരത്താലും പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ കരം അവരുടെ മേൽ സ്പർശിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതുപോലെ വെള്ളപ്പൊക്ക ഭീഷണിയിലായിരിക്കുന്നതായ പ്രിയമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതൽ അവരോടുകൂടെ ഇരിക്കുമാറാകണമേ. കഴിഞ്ഞ ചില വർഷങ്ങളിൽ ഉണ്ടായതുപോലെ ഭീകരമായ അന്തരീക്ഷം ഉണ്ടാകാതെ ദൈവം പ്രിയമക്കളെ അങ്ങ് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതുപോലെ അമിത അധ്വാനത്താൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉപജീവന മാർഗമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നതായ പ്രിയ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരെയും അങ്ങ് യഥാസ്ഥാനപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വത്തിലുമുപരിയായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി പ്രിയ മക്കളെ ഒരുക്കുവാൻ ദൈവം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ഇന്ന് ലോകത്തിൻ്റെ മോഹങ്ങളിലും പലവിധമായ കഷ്ടതകളിലും പ്രയാസങ്ങളിലും അകപ്പെട്ട് ദൈവത്തെയും ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചുമുള്ളതായ ചിന്തയില്ലാതെ ജീവിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ മഹത്വത്തെ പ്രിയമക്കൾക്ക് ദർശിപ്പിക്കുമാറാകണമേ. അങ്ങയുടെ ആ ദർശനത്താൽ അവർ ശിഷ്ടകാലം ജീവിപ്പാൻ, ദൈവരാജ്യത്തിന് ഓഹരിക്കാരായി തീരുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ വചനം ഞങ്ങൾ കേട്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായി ഞങ്ങൾ ഷെയർ ചെയ്ത് അനേകരെ
സത്യത്തെ മനസ്സിലാക്കിപ്പിക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, അടിയനോടുകൂടെ ഇരിക്കണമേ, അടിയൻ്റെ നാവിനോട് കൂടെ ഇരിക്കണമേ. കർത്താവിൻ്റെ വചനമല്ലാതെ, കർത്താവിൻ്റെ നാമമല്ലാതെ മഹത്വപ്പെടുവാൻ കാരണമായി തീരാതിരിക്കേണ്ടതിന് അടിയനെ അങ്ങ് പൊതിഞ്ഞുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന വലുതേക്കായി സ്തോത്രം. യേശുവിൻ്റെ തന്നെ നമ്മളെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഉത്തരമരുളുമാറാകണമേ. ആമേൻ. വേദപുസ്തകം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒരു വലിയ വാക്യത്തിൻ്റെ ഭാഗികമായി കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. കർത്താവ് ഒന്ന്, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. നമ്മിൽ ഏവരിലും കൂടെ വ്യാപരിക്കുന്നതായ ആത്മാവും ഒന്ന് തന്നെ. അപ്പോസ്തലനായ പൗലോസ് സഭകൾക്ക് ലേഖനം എഴുതിയപ്പോൾ വിഭിന്നങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ പൗലോസ് പറയുകയാണ്, നാം വിശ്വസിക്കുന്നത് ഒരു ക്രിസ്തുവിലാണ്, ഒരു രക്ഷയിലാണ് നാം അംശികളായിരിക്കുന്നത്, നാം ഒരു അപ്പത്തിൻ്റെ അംശികളാണ്, നാം ഒരു ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ്, ഒരു ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. ആയതുകൊണ്ട് നമുക്ക് വ്യത്യാസങ്ങൾ പാടില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ് സമർത്ഥിക്കുന്നതായ ഒരു ഭാഗം കൂടെയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് ദൈവവചനം എപ്രകാരമാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ അത് വിശ്വസിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഞാൻ അനേകരോട് സുവിശേഷം അറിയിക്കുകയും പ്രസംഗിക്കുകയും വ്യക്തിപരമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചോദിക്കുന്നതായ ചില ചോദ്യങ്ങൾ എന്നെ കഴിഞ്ഞ ചില നാളുകളായി അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ ദുരുപദേശക്കാർ എന്ന ഒരു പ്രചരണം ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ മൊത്തം ഇങ്ങനെ അലയടിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. അതിൻ്റെ സത്യാവസ്ഥ എത്രമാത്രം ഉണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ വീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കുമ്പോൾ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരെ കുറിച്ച് ലോകത്തിലുള്ളതായ ഇതര സഭാ വിഭാഗങ്ങൾ ദുരുപദേശക്കാരുടെ പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ് ഈ ദൈവമക്കളെന്ന് അറിയപ്പെടേണ്ടതായ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരെ. ലോകത്തിൽ അനേകമായ ഡിനോമിനേഷനുകൾ ഉണ്ട്. തത്വത്തിൽ 2 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് റോമൻ കത്തോലിക്ക സഭയും അതുപോലെ പ്രൊട്ടസ്റ്റാന്റ് സഭയും. എന്നാൽ ഈ പ്രൊട്ടസ്റ്റാന്റ് സഭയിൽ തന്നെ കത്തോലിക്ക സഭയുടെ ഉപദേശങ്ങളും വിശ്വാസങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ, എന്നാൽ ഭരണശിരാകേന്ദ്രങ്ങൾ മാത്രം മാറ്റി പോകുന്നതായ ധാരാളം സഭകളുണ്ട് പ്രൊട്ടസ്റ്റാന്റ് സഭാ വിഭാഗങ്ങളിൽ. എന്നാൽ ഈ സഭകളെല്ലാം തന്നെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയെ ആരോടും കൂട്ടാതെയും അതുപോലെ തന്നെ അവർ ദുരുപദേശക്കാരാണ് എന്നും അവർ യഹൂദ മതക്കാരാണ് എന്ന ദുർവ്യാഖ്യാനം നടത്തി ഒറ്റപ്പെടുത്തുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ ദുരുപദേശക്കാർ ആണോ? ഞാനൊരു സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരനാണ്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയിലെ പാസ്റ്ററുമാണ്. ദൈവവചനം പ്രമാണിക്കുന്നതായ ഒരു സഭയുടെ ഭാഗമായിരിക്കുവാൻ തക്കവണ്ണം എനിക്ക് ലഭിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നതായ ഒരു വ്യക്തിയാണ്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ എപ്രകാരമുള്ളതാണ്, അവർ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ നല്ലത് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരിൽ നിന്ന് തന്നെ അത് കേൾക്കുന്നതായിരിക്കും ഉചിതം എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്നതായ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ, നിങ്ങളുടെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ അല്ലാത്തതായ കൂട്ടുകാർക്ക് ഈ ദൂത് പങ്കുവയ്ക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുന്നതായ സഹോദരങ്ങളെ തീർച്ചയായും എന്താണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നത് എന്ന് ഉദ്ബോധിപ്പിക്കേണ്ടതായ ഉത്തരവാദിത്വം സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരായ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഈ ദൂത് സംസാരിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുന്നത്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ഉള്ളത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഉള്ള 5 വിശ്വാസ പ്രമാണങ്ങളെ ഇന്ന് പകൽക്കാലം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലുള്ളതായ സകല ക്രൈസ്തവരും വിശ്വസിക്കുന്നത് പോലെ തന്നെ
ഉള്ളതായ സമാന്തരമായ വിശ്വാസങ്ങൾ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയ്ക്കും ധാരാളമുണ്ട്. എന്നാൽ ഈ വിശ്വാസങ്ങളൊക്കെയും വേദപുസ്തക അടിസ്ഥാനത്തിലൂടെ മാത്രം നോക്കിക്കാണുന്നതായ ഒരു കൂട്ടം വിശ്വാസ സമൂഹമാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ. വേദപുസ്തകം എന്തു പറയുന്നു, സഭാപിതാക്കന്മാർ എന്തു പറഞ്ഞു എന്നല്ല, സഭയുടെ ഭരണകർത്താക്കൾ എന്തു പറഞ്ഞു എന്നുമല്ല, ചരിത്രം എന്തു പറഞ്ഞു എന്നല്ല, അഥവാ മറ്റു ലോകത്തിലുള്ളതായ മിടുക്കന്മാരായ ആൾക്കാരോ ലൗകികമായ ആൾക്കാരോ സഭയുടെ ശിരാകേന്ദ്രങ്ങളിൽ ഇരുന്ന് കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നവരോ പറയുന്നതല്ല, മറിച്ച് വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതായ ഒരു സഭയാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ. ഒന്നാമതായി ഞാൻ 5 കാര്യങ്ങൾ പറയുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വേദപുസ്തകം ദൈവശ്വാസീയമാണ് എന്ന് വിശ്വസിക്കുന്നു. തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ദൈവത്തിൻ്റെ തിരുവചനം ഒരു വ്യക്തിയുടെ നടപ്പിനും ഇരിപ്പിനും അവൻ്റെ പ്രവർത്തനത്തിനും അവൻ്റെ വിശ്വാസ ജീവിതത്തിനും വഴികാട്ടുവാൻ തക്കവണ്ണം പര്യാപ്തമായ ദൈവ അരുളപ്പാടാണ് എന്ന് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ വിശ്വസിക്കുന്നു. ഞാൻ അത് വിശ്വസിക്കുന്നു. ഇന്ന് ലോകത്തിലുള്ളതായ അനേക ക്രൈസ്തവ വിശ്വാസികൾ പുതിയ നിയമം മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, പഴയ നിയമം ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ എൻ്റെ ആദ്യകാല ശുശ്രൂഷയിലൊക്കെ ഇത്തരത്തിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ സംസാരിക്കുമ്പോൾ അവരുടെ ബൈബിൾ തരാൻ പറയും. ആ ബൈബിൾ വാങ്ങിച്ചിട്ട് ഞാൻ പറയും, സഹോദര സഹോദരി അല്ലെങ്കിൽ പാസ്റ്ററെ, ഞാൻ ഈ പഴയ നിയമം നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിന്ന് വലിച്ചു കീറി കളഞ്ഞുകൊള്ളട്ടെ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും, ഇല്ല ഇല്ല, അങ്ങനെ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അപ്പോൾ അവർക്ക് ഉത്തരം പറയാൻ തക്കവണ്ണം കഴിയാത്തതായ അവസ്ഥ ഞാൻ പലരുടെയും മുഖത്ത് നേരിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ പരസ്യമായി അവർ പറയും, പഴയ നിയമം പുതിയ നിയമ വിശ്വാസികൾക്ക് ആവശ്യമില്ല. എന്നാൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ വിശ്വസിക്കുന്നത് പുതിയതും പഴയതുമായ 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകം അത് മുഴുവനായും ദൈവശ്വാസീയമാണ്. അത് ദൈവത്താൽ ദൈവത്തിൻ്റെ മനുഷ്യർ എഴുതപ്പെട്ടതും അനേക വർഷങ്ങളെടുത്ത് 1500 വർഷങ്ങളിൽ പരം കൊണ്ട് പല രാജ്യങ്ങളിലിരുന്ന് 40ഓളം എഴുത്തുകാരാൽ എഴുതപ്പെട്ട്, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ അത് സംയോജിക്കപ്പെടുകയും അത് ഒരുമിച്ചാക്കുകയും രണ്ട് കവറുകളുടെ മധ്യത്തിലായി ഈ 66 പുസ്തകങ്ങൾ ഒരുമിച്ച് ആക്കപ്പെടുകയും ചെയ്തു. അത് ദൈവത്തിൻ്റെ മക്കൾക്ക് അവരുടെ വിശ്വാസത്തിലുള്ളതായ നീതീകരണത്തിനും ഗുണീകരണത്തിനും ശാസനത്തിനും അഭ്യസനത്തിനും ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കുള്ളതായ യാത്രയ്ക്കും ഉപകരിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായ തരത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം, അതിൽ സങ്കീർത്തനങ്ങളുണ്ട്, അഥവാ കാവ്യാത്മകമായ എഴുത്തുകളുണ്ട്, അതിൽ ചരിത്രമുണ്ട്, അതിൽ നിയമങ്ങളുണ്ട്, പ്രവചനങ്ങളുണ്ട്, സുവിശേഷം ഉണ്ട്, ലേഖനങ്ങളുണ്ട്. ഇത്തരത്തിൽ ഒരു ദൈവ പൈതലിന് ആവശ്യമായുള്ളതായ എല്ലാ ഉപദേശങ്ങളും ഉപദേശ സംഹിതകളും 2 ചട്ടത്തിൻ്റെ അകത്ത് ഒരുക്കി സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. വേദപുസ്തകത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ 19-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് ചെയ്യുവാൻ തക്കവണ്ണം കഴിയാത്തതായി ഒന്നുമില്ല. ദൈവത്തിൻ്റെ വചനം ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ചതായ ദൈവവചനമാണ്. ഈ 2 ചട്ടകൾക്കുള്ളിൽ ദൈവം സംരക്ഷിച്ച് നമ്മുടെ ആവശ്യത്തിനായി വച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം
5-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ലോകം ഒരുപാട് മാറിയിട്ടുണ്ട്. ലോകത്തിലുള്ളതായ മനുഷ്യരും മാറിയിട്ടുണ്ട്. ലോക മനുഷ്യരുടെ കാഴ്ചപ്പാട്, ലോക വീക്ഷണം തന്നെ മാറിയിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലുള്ളതായ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും നാളിതുവരെ മാറിയിട്ടില്ല എന്നുള്ളത് തിരുവചനം പ്രസ്താവിക്കുന്നതായ സത്യമാണ്. വേദപുസ്തകം ഒരു പ്രാചീന പുസ്തകമായി, കാലഹരണപ്പെട്ട പുസ്തകമായി കാണുന്നതായ വിശ്വാസ സമൂഹം ഇന്ന് ലോകത്തിലുള്ളപ്പോൾ, വേദപുസ്തകം അത് സദാകാലത്തേക്കും ദൈവത്തിൻ്റെ മക്കൾക്കായി അരുളി ചെയ്തിരിക്കുന്നതായ വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ. ആ സഭയുടെ വക്താവായിട്ടാണ് ഇന്ന് പകൽക്കാലം സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ എന്താണ് എന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഞാൻ ഇവിടെ നിൽക്കുന്നത്. വേദപുസ്തകം അത് പൂർണ്ണമായും ദൈവശ്വാസീയമാണ്. അതിൽ മനുഷ്യരുടെ പിഴവുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരുടെ മഹത്വീകരിക്കപ്പെട്ടതായ ചില പാപങ്ങളെ ദൈവം അത് കുറ്റം വിധിക്കുകയും അതിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഴ്ചകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില നേട്ടങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധികളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്നതായ സംഭവങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ മക്കളുടെ നല്ല നടപ്പിന് വേണ്ടി ദൈവം കാലേ കൂട്ടി തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നതായ തിരുവചനമാണ്. ഈ തിരുവചന വിശ്വാസത്തിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരുടെ ദുരുപദേശം എന്താണ് എന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ വേദപുസ്തകം മുഴുവനായി ദൈവശ്വാസീയമാണ്. ആ മുഴുവനായ വേദപുസ്തകവും അത് ഇന്ന് നമുക്ക് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോക്രിഫ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. അപ്പോക്രിഫ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം തന്നെ ഹിഡൻ ബുക്ക് അഥവാ മറയ്ക്കപ്പെട്ടതായ പുസ്തകങ്ങൾ എന്നാണ്. അത് വേദപുസ്തകത്തിനോട് ചേരേണ്ടതായ ചില യോഗ്യതകൾ ആ പുസ്തകത്തിന് ഇല്ലാത്തതുകൊണ്ടും, പ്രത്യേകിച്ച് ഇസ്രായേലിൽ പ്രവാചകന്മാർ ഇല്ലാതിരുന്നതായ 400 വർഷ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രേരണ കൂടാതെ സാധാരണക്കാരായ മനുഷ്യർ, അവരെ പോലെ സമചിത്തരായ മനുഷ്യരെ കുറിച്ചുള്ളതായ എഴുതിയ ലേഖനങ്ങളും എഴുത്തുകളും ആയതുകൊണ്ടാണ് അത് ദൈവത്തിൽ നിന്നുള്ളതായ അരുളപ്പാടുകളല്ല എന്ന് വേദ പണ്ഡിതന്മാർ മനസ്സിലാക്കുകയും ദൈവാത്മാവിനാൽ ആ പുസ്തകം ഈ പുസ്തകത്തോട് ചേർക്കപ്പെടാതെയും ഇരുന്നത്. അതുകൊണ്ടാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ അപ്പോക്രിഫ വേദപുസ്തകത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയാനുള്ളതായ കാരണം. രണ്ടാമത്തെ വിശ്വാസം, സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ വിശ്വസിക്കുന്നതായ അനേകമായ വിശ്വാസങ്ങളിൽ രണ്ടാമത്തെ വിശ്വാസം, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം പോകുന്നതായ വിശ്വാസം, ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു. 2018 ഒക്ടോബർ മാസം 28-ാം തീയതി കത്തോലിക്ക സഭയുടെ പോപ്പ് ഒരു പ്രസ്താവന നടത്തി. ദൈവത്തിൻ്റെ കയ്യിൽ മാജിക് വടിയില്ല ഈ ലോകത്തെ പറഞ്ഞ ഉടനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി. ദൈവമല്ല ഈ ലോകത്തെ സൃഷ്ടിച്ചത്, അത് പരിണാമ സിദ്ധാന്തത്തിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ദൈവം അനേകമായ വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന ഒരു കാഴ്ചപ്പാട് ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രൊട്ടസ്റ്റാന്റ് സഭാവിഭാഗങ്ങൾക്ക് പോലും അത്തരത്തിലുള്ളതായ കാഴ്ചപ്പാടുകൾ ഉണ്ട്. എന്നാൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നത് ദൈവം ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു. ഈ ലോകത്തിലുള്ളതായ സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. നാം ഇന്നു കാണുന്നതായ സകലവും ദൈവ സൃഷ്ടിയുടെ തെളിവാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ ചോദിക്കും, ഈ കെട്ടിടം ദൈവം സൃഷ്ടിച്ചതാണോ? അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ പല സ്തൂപങ്ങൾ, പല പാപത്തിൻ്റെ ഓർമ്മകൾ പുതക്കുന്നതായ ചില മന്ദിരങ്ങൾ, ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണോ? തീർച്ചയായും ദൈവ സൃഷ്ടിയുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവ തന്നെയാണ് ഇതൊക്കെയും എന്ന് നാം വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ചിട്ടല്ലാതെ ഈ ലോകത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ ദൈവം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവാണ് ഇവ സകലവും സൃഷ്ടിച്ചത്. നാം ഉൽപ്പത്തി പുസ്തകം
1 മുതൽ 3 വരെയുള്ളതായ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ചരിത്രം അവിടെ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖപ്പെടുത്തിയിരിക്കുന്നതായ സൃഷ്ടിപ്പിൻ ചരിത്രം മറ്റു ഒരു മതഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്ങനെയാണ് ലോകമുണ്ടായത് എന്ന് വ്യക്തമായ ധാരണ ഒരു മതങ്ങൾക്കും ഇല്ല. വേദപുസ്തകത്തിൽ മനുഷ്യനെ എപ്രകാരം സൃഷ്ടിച്ചു, ലോകത്തെ എപ്രകാരം സൃഷ്ടിച്ചു, ലോകത്തിലുള്ളതായ സകല ചരാചരങ്ങളെയും എങ്ങനെ സൃഷ്ടിച്ചു, വായുമണ്ഡലം എങ്ങനെയുണ്ടായി, സമുദ്രം എങ്ങനെയുണ്ടായി, നാം ഇന്ന് ജീവിക്കുന്നതായ ഒരു അന്തരീക്ഷം എങ്ങനെയുണ്ടായി, ഇതൊക്കെയും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി വിശദീകരിച്ച് നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ നേരിടുന്നതിന് വേണ്ടി ദൈവത്തിൽ വിശ്വസിക്കാത്തതായ ഒരു കൂട്ടം സമൂഹം ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് ഇത് ദൈവസൃഷ്ടിയുടെ പ്രോഡക്റ്റ് അല്ല ഈ ലോകം, എന്നാൽ ഇത് തനിയെ സ്വാഭാവികമായി ഉണ്ടായത് എന്ന് പറയുന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ചിലരെങ്കിലും ഈ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുകയും ദൈവമല്ല ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരെ അക്കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടണ്ട. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ വിശ്വസിക്കുന്നത് ഈ ലോകം ദൈവത്തിൻ്റെ കൈപ്പടയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ലോകമെല്ലാം ദൈവത്തിൻ്റെ വായിൻ വചനത്താൽ സൃഷ്ടിക്കപ്പെടുകയും മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തു. നാം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളും അതിൻ്റെ 14-ാം വാക്യവും ഇപ്രകാരം പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത് അല്ല. 14-ാം വാക്യം: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത് എന്ന് സത്യവേദപുസ്തകം പ്രസ്താവിക്കുന്നു. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് വിശ്വാസികളായ ഞങ്ങൾ അത് ശരിവെക്കുന്നു. 100% അത് അപ്രകാരം തന്നെ എന്ന് ഞങ്ങൾ സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് 6 ദിവസം കൊണ്ട് ലോകത്തെ മുഴുവനും ദൈവം സൃഷ്ടിച്ചു. നാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം വായിക്കുമ്പോൾ, താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു, സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. 6 ദിവസം കൊണ്ട് ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. ഞാൻ ഈ പറഞ്ഞതുവരെ വിശ്വസിക്കുന്നതായ ഒരുപാട് ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ ഞാനിനി പറയാൻ പോകുന്നതായ മറ്റൊരു വസ്തുതയുണ്ട്. ഇത് ഇന്നത്തെ ക്രൈസ്തവ ലോകം അത് അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. എന്നാൽ അത്തരക്കാർ വേദപുസ്തകം പറയുന്നത് അതുപോലെ വിശ്വസിക്കുന്നതായ ഈ വേർപാട് സഭയെ അഥവാ ശേഷിപ്പ് സഭയുടെ അഥവാ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ അംഗങ്ങളെ ദുരുപദേശക്കാർ എന്ന് വിളിക്കുന്നത് അത് പൈശാചിക പ്രവർത്തനം കൊണ്ടല്ലയോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്രകാരം പറയുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം: 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഇതും സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ വിശ്വസിക്കുന്നു. ദൈവം ലോകത്തെ സൃഷ്ടിച്ചുവെന്ന് മാത്രമല്ല, 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും എല്ലാം ഉണ്ടാക്കി, 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. അത് ദൈവ ആരാധനയ്ക്കായി ദൈവം മനുഷ്യർക്ക് മാറ്റി നൽകിയതായ ഒരു ദിവസവുമാണ്. മറ്റ് 6 ദിവസങ്ങളെയും ദൈവം ഇതുപോലെ വിശുദ്ധീകരിച്ചതായി വേദപുസ്തകത്തിൽ ഒരിടവും പറയുന്നില്ല. അത് ഞായറാഴ്ചയും വിശുദ്ധീകരിച്ചിട്ടില്ല, തിങ്കളാഴ്ചയും വിശുദ്ധീകരിച്ചിട്ടില്ല, മറ്റേതൊരു ദിവസത്തെയും വിശുദ്ധീകരിച്ചിട്ടില്ല. എന്നാൽ ദൈവ ആരാധനയ്ക്കായി 7-ാമത്തെ ദിവസത്തെ അഥവാ ശബത്ത് നാളിനെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് വേദപുസ്തകം പറയുകയും സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ അത് അപ്പാടെ വിശ്വസിക്കുകയും അതിൽ ആചരിക്കുകയും ചെയ്യുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവനാമ മഹത്വത്തിനായിട്ടാണ്.
ദൈവനാമ മഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ഇന്ന് ദൈവത്തെ വേണ്ടാത്തതായ ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും എല്ലാം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇന്ന് മനുഷ്യർ പറയുന്നത് അങ്ങനെയല്ല. ഞങ്ങൾ ദൈവം പറയുന്നത് കേൾക്കുകയില്ല, മറിച്ച് അവർ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. എങ്ങനെ ഇത് സാധ്യമായി തീരും? എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, ദൈവത്തിൻ്റെ മക്കളാണ് എങ്കിൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവമാണ് എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, ദൈവം ഇതാ പറയുന്നു, 6 ദിവസം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കി. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ആ ശുദ്ധീകരിച്ച് വേർതിരിച്ചതായ ആ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം എന്തുകൊണ്ട് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കുന്നില്ല? ഈ സാധിക്കാത്തതായ അഥവാ മനഃപൂർവ്വം അതിനെ ദുഷിക്കുന്നതായ ക്രൈസ്തവ ലോകം പറയുന്നത് ഈ ദിവസത്തിൽ ആചരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ ദൈവമക്കളെ അവർ ദുരുപദേശക്കാർ എന്ന് മുദ്ര കുത്തുന്നു. ഇത് പൈശാചിക പ്രവർത്തനമെന്നല്ലാതെ മറ്റൊന്നും പറയുവാൻ തക്കവണ്ണം കഴിയുകയില്ല. മൂന്നാമതായി ഇന്ന് ഞാൻ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നതായ വിശ്വാസ പ്രമാണം യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചാണ്. വേദപുസ്തകം പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരെ കുറിച്ച് ഇതര ക്രൈസ്തവർ പറയുന്നത്, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, അവർ പ്രവൃത്തിയിലൂടെ രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നവരാണ്, അവർ യഹൂദ പാരമ്പര്യം പിടിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാണ്, അവർക്ക് പുതിയ നിയമത്തിൽ വിശ്വാസമില്ല, അവർ യേശു ക്രിസ്തുവിനെ അല്ല ആരാധിക്കുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വാസമല്ല. എന്നാൽ എന്നെ കേൾക്കുന്നതായ സഹോദരി സഹോദരന്മാരെ, ഞാൻ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരനായിരുന്നു കൊണ്ട് നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ഏറ്റവും കാതലായ വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ കൃപയിലൂടെ ഉള്ള രക്ഷ എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ കൃപയിലൂടെയുള്ളതായ രക്ഷ, വിശ്വാസത്താൽ ദൈവം ദാനമായി നമുക്ക് നൽകുന്നതായ കൃപ, ആ കൃപയിലൂടെ മാത്രമേ മനുഷ്യൻ രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്ന് ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുന്നതായ ഒരു കൂട്ടം വിശ്വാസികളാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന് 8-ാം വാക്യം പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയേ ആകുന്നു. ഇത് ദൈവവചനം പറയുന്നത് കൊണ്ട് ഇതിനെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ഒരു സഭയ്ക്കോ ഒരു സംഘടനകൾക്കോ ഒരു നേതാവിനോ ദൈവം അധികാരം കൊടുത്തിട്ടില്ല. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾക്ക് ക്രെഡിറ്റ് എടുക്കുവാൻ തക്കവണ്ണം കാരണം ഇല്ല, കാരണം അതും ദൈവം തരുന്നതായ ദാനമത്രേ ആകുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഇന്ന് അനേക ക്രൈസ്തവർ പറയുന്നു ദൈവത്തിൻ്റെ കൃപ മൂലം നമുക്ക് രക്ഷപ്പെടാൻ തക്കവണ്ണം സാധിക്കും, അതുകൊണ്ട് നാം മറ്റൊന്നും ചെയ്യണ്ട. ഇവിടെയാണ് സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരും ഇതര ക്രൈസ്തവരും തമ്മിലുള്ളതായ വലിയ വ്യത്യാസം ഉള്ളത്. വേദപുസ്തകം കൃപയാൽ മനുഷ്യൻ രക്ഷ പ്രാപിക്കും എന്ന് പ്രസ്താവിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നത്, രക്ഷപ്പെടുവാൻ തക്കവണ്ണം വിളിച്ചു വേർതിരിക്കപ്പെട്ടതായ മക്കൾ വേർപാട് ആചരിക്കും, വിശുദ്ധ ജീവിതം നയിക്കും, ദൈവത്തിന് ഇഷ്ടമുള്ളതായ ഒരു ജീവിതം നയിക്കും, ദൈവഹിതപ്രകാരം ജീവിക്കും. ഇതിന് തർക്കമൊന്നുമില്ല. ദൈവത്തിൻ്റെ മക്കളാകുവാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ ദൈവഹിതപ്രകാരം ജീവിച്ചില്ല എങ്കിൽ അവർക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം കഴിയുകയില്ല. മറ്റനേക ക്രൈസ്തവർ ഇന്ന് ലോകത്തിൽ മനുഷ്യരെ വിശ്വസിപ്പിക്കുന്നത്, ഒരിക്കൽ അവരുടെ വായ് കൊണ്ട് കർത്താവ് ലോകത്തിൻ്റെ രക്ഷിതാവാണ്, എന്നെ രക്ഷിക്കും എന്ന് ഏറ്റു പറഞ്ഞുവെങ്കിൽ അവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല, പിന്നെ അവരെന്തെല്ലാം ചെയ്താലും ഒരു പ്രശ്നവുമില്ല എന്ന് ഉപദേശിക്കുന്നതായ ആയിരക്കണക്കിന് സഭകൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല പറയുന്നത്. നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ നടപ്പ് വെടിപ്പാക്കണം, അത് ഓരോ ദിവസവും ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ജീവിക്കുന്നതിന് യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നതായ ദൈവാത്മാവ് നമ്മിൽ എല്ലാ ദിവസവും പരിവർത്തിച്ചു കൊണ്ടേയിരിക്കണം.
തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ദൈവാത്മാവ് വേണ്ട, ഞായറാഴ്ച മാത്രം ദൈവാത്മാവിനിൽ പ്രവർത്തിച്ചാൽ മതി. വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയെ തല്ലണം, അയൽവക്കക്കാരനോട് ഗുസ്സി കൂടണം, അയൽവക്കക്കാരൻ്റെ അതിര് തോണ്ടണം. എന്നാൽ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് അന്യഭാഷയും ആത്മാവിൻ്റെ വരങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ദൈവാത്മാവല്ല എന്ന തെളിവോടുകൂടെ ദൈവവചനം പഠിക്കുന്നതായി ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ സെവൻത് അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നത് കൃപയാൽ മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ ആ രക്ഷയ്ക്ക് കാരണമാകുന്നില്ല. എന്നാൽ അവിടെ ഉണ്ട്. വേദപുസ്തകം പറയുന്നത്, ഞാൻ എൻ്റെ വാക്കുകൊണ്ട് പറയുന്നില്ല, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസം പ്രവൃത്തിയില്ലാത്തതാകയാൽ സ്വതവേ നിർജീവമാകുന്നു. ഇത് യാക്കോബ് തൻ്റെ വായനക്കാരെ എഴുതി അറിയിക്കുന്നതാണ്. എന്നെയും നിന്നെയും എഴുതി അറിയിക്കുന്നതാണ്. ഇന്ന് ലോകത്തിലുള്ളതായ സകലരോടും എഴുതി അറിയിക്കുന്നതായ ഒരു ലേഖനമാണ് ഇത്. സെവൻത് അഡ്വന്റിസ്റ്റുകാർക്ക് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം വിളിച്ചു വേർതിരിക്കപ്പെട്ടതായ സകല മനുഷ്യരോടും യാക്കോബ് തൻ്റെ സ്നേഹത്താൽ എഴുതി അറിയിക്കുകയാണ്. നാം വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടത് അനിവാര്യമാണ്. യാക്കോബ് തുടർന്ന് പറയുന്നത്, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? യാക്കോബ് പറയുകയാണ്, നാം വിശ്വസിക്കുന്നു എന്ന് പറയുകയും എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ നമുക്ക് എങ്ങനെ ദൈവരാജ്യത്തിൽ കടക്കുവാൻ തക്കവണ്ണം സാധിക്കും? പ്രവൃത്തിയാൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുകയില്ല. യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി കൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ രക്ഷയ്ക്ക് പാത്രീഭൂതനായി തീരുകയുള്ളൂ, അതിനൊരു സംശയവുമില്ല. എന്നാൽ ആ രക്ഷയ്ക്ക് പാത്രീഭൂതനായി തീർന്നതായ ഒരു വ്യക്തി ദൈവഹിതപ്രകാരം ദൈവവചനം പ്രമാണിച്ച് ദൈവ ആലോചന പ്രകാരം ജീവിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇത് സെവൻത് അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നതായ ദൈവത്തിൻ്റെ വചനമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു നടക്കുന്നവർ അല്ല, എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. ഇത് എൻ്റെ വാക്കോ സെവൻത് അഡ്വന്റിസ്റ്റുകാർ കണ്ടുപിടിച്ചതായ വേദപുസ്തക വാക്യമോ അല്ല. ഇത് വേദപുസ്തകത്തിൽ ദൈവമക്കളാകുന്നതായ സകല മനുഷ്യർക്കും വേണ്ടി ദൈവം കാലേകൂട്ടി ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട് ഇന്ന് സകലർക്കും സുലഭമായി ലഭിക്കത്തക്ക രീതിയിൽ നൽകപ്പെട്ടിരിക്കുന്നതായ ദൈവവചനമാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, വെറും വിശ്വാസം മാത്രം ഉണ്ട് എന്ന് നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ സാത്താനും അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ സാത്താൻ അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ ഇന്ന് വിശ്വാസം മാത്രം മതി, ഞാൻ പ്രവർത്തിക്കേണ്ടതായ ആവശ്യമില്ല, എന്നെ ദൈവം രക്ഷിച്ചുകൊള്ളും, ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചാലും ദൈവം എന്നെ രക്ഷിച്ചുകൊള്ളും എന്ന ചിന്തയോടെ നടക്കുന്നതായ ഒരു വ്യക്തിയോട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, യു ആർ നോ ബെറ്റർ ദാൻ ദ ഡെവിൾ ഹിംസെൽഫ്. സാത്താനേക്കാൾ ഒട്ടും നല്ലവരല്ല അങ്ങനെ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തി. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് സാത്താനും അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ദൈവത്തിൽ സാത്താന് വിശ്വാസമുണ്ട്, ദൈവമാണെന്നറിയാം. കർത്താവായ യേശു ക്രിസ്തു വരും എന്ന് സാത്താൻ വിശ്വസിക്കുന്നു. നാം ഇന്ന് കൊണ്ട് നടക്കുന്നതായ വേദപുസ്തകം ദൈവവചനമാണ് എന്ന് സാത്താൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിന് വിധേയപ്പെട്ട് ജീവിക്കാതെ അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സാത്താനും വ്യക്തിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇത് തിരുവചനം പറയുന്നു. സെവൻത് അഡ്വന്റിസ്റ്റുകാർ അത്തരത്തിൽ വിശ്വാസ സമൂഹത്തോട് ലോകത്തോട് വിളിച്ചു പറയുന്നു, ദൈവവചനം പ്രമാണിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ഇന്ന് ദൈവത്തിൻ്റെ
സഭ വിശ്വസിക്കുന്നതായ പ്രമാണങ്ങളിൽ നാലാമതായി ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, ഇത് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നതായ പ്രമാണങ്ങളുടെ ക്രമപ്രകാരമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്നാൽ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയതായ ചില പ്രമാണങ്ങൾ, അഥവാ 5 വിശ്വാസ പ്രമാണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൽ നാലാമത്തത്, കർത്താവായ യേശു ക്രിസ്തു വേഗം വരും എന്ന് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ലോകത്തിലുള്ളതായ സകലരും വിശ്വസിക്കുന്നു യേശു ക്രിസ്തു വരും. ഹൈന്ദവരും മുസ്ലിംസും ക്രിസ്ത്യാനികളും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ പോലും കാലത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുന്നു യേശു ക്രിസ്തു വരും. സാത്താനും അറിയാം യേശു ക്രിസ്തു വരും എന്ന്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു വേഗം വരികയും അവൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ അടുത്തിരിക്കുന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് സഭ വിശ്വസിക്കുന്നു. ഇന്ന് ലോകത്തിലുള്ളതായ സകല ക്രൈസ്തവരും വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു വരും, വന്നേക്കും, ചിലപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നതായ സഭാവിഭാഗങ്ങൾ ഉണ്ട്. എന്നാൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു തൻ്റെ 2ാം വരവ് ഇതുവരെയും നടത്തിയിട്ടില്ല, വന്നിട്ടില്ല. യേശു ക്രിസ്തു വരുമ്പോൾ ചില സംഭവ വികാസങ്ങൾ നടത്തും. ചില സഭകൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു രഹസ്യമായി വന്ന് തൻ്റെ സഭയെ ചേർത്ത് കൊണ്ടുപോകും. ഇത് വേദപുസ്തക ഉപദേശമല്ല. വേദപുസ്തകം പറയുന്നത് യേശു ക്രിസ്തു വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, രഹസ്യമായിട്ടാണോ പരസ്യമായിട്ടാണോ വരുന്നത് എന്ന് വേദപുസ്തകം തന്നെ പറയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2ാമതും പ്രത്യക്ഷനാകും. പ്രത്യക്ഷനാകും എന്ന് പറയുന്നത് രഹസ്യമായിട്ട് പ്രത്യക്ഷനാകുമെന്നല്ല പറയുന്നത്, പ്രത്യക്ഷപ്പെടും, അഥവാ കാഴ്ചയിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നതായ ഭാഷ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും, ഉവ്വ് ആമേൻ. ഇത്രയും വളരെ വ്യക്തമായി വേദപുസ്തകം കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ സകലരും കാണുമെന്ന് പറയുമ്പോൾ ചില ക്രൈസ്തവർ, ചില സഭാവിഭാഗങ്ങൾ പറയുന്നത് യേശു ക്രിസ്തു രഹസ്യമായി വരും, നിങ്ങൾ ആരോടും പറയരുത്. യേശു ക്രിസ്തു വരുമ്പോൾ എല്ലാവരും കാണുകയില്ല. യേശു ക്രിസ്തു വരുമ്പോൾ സഭയിലുള്ളവർ മാത്രം കാണുകയും അവരെ മാത്രം മധ്യാകാശത്തിൽ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് വേദപുസ്തകം പഠിപ്പിക്കുന്നതായ ഉപദേശമല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു വരുമ്പോൾ സകല കണ്ണും അവനെ കാണും. രണ്ടാമതായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ തൻ്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തു പോകുന്നത് കണ്ടു. അവരുടെ കാഴ്ചയ്ക്ക് മങ്ങിയപ്പോൾ ദൂതന്മാർ ശിഷ്യന്മാരോട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി മിഴിച്ചു നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ഭയപ്പെട്ടു പോകേണ്ട, നിങ്ങൾ യേശു ക്രിസ്തു പോകുന്നവനായി കണ്ടതുപോലെ തന്നെ ആ യേശു ക്രിസ്തു നിങ്ങളെ ചേർക്കുവാൻ തക്കവണ്ണം മടങ്ങി വരും, അപ്പോൾ നിങ്ങൾ അവനെ കാണും. ഇതാണ് വേദപുസ്തകം പറയുന്നതായ ഉപദേശം. എന്നാൽ ഇന്ന് അനേക സഭക്കാർ പറയുന്നത് യേശു ക്രിസ്തു രഹസ്യമായി വരും, ആരും കാണുകയില്ല. ഇത് വേദപുസ്തക വിരുദ്ധ ഉപദേശമാണ്. ഇതാണ് ദുരുപദേശം എന്ന വേദപുസ്തകം പറയുന്നത്. മൂന്നാമതായി യേശു ക്രിസ്തുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വളരെ സുപരിചിതമായ വാക്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത് ആ ദൈവത്തിൻ്റെ കാഹളത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും മഹിമയോടും കൂടെ ദൈവം കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ എങ്ങനെ കേൾക്കാതിരിക്കും? മരിച്ചവർ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ശബ്ദം കേട്ട് ഉയർക്കുമെങ്കിൽ എങ്ങനെയാണ് യേശുക്രിസ്തു രഹസ്യമായി വരുന്നത്? എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ തക്കവണ്ണം സാധിക്കും യേശുക്രിസ്തു രഹസ്യമായിട്ടാണ് വരുന്നത്? യേശുക്രിസ്തു വരുന്നത് രഹസ്യമായിട്ടല്ല. ഈ ലോകത്തിൽ നടക്കാൻ പോകുന്നതിൽ വെച്ചോ ഏറ്റവും വലിയ സംഭവമായിരിക്കും യേശുക്രിസ്തുവിൻ്റെ വരവ്.
ഒരുപക്ഷെ ഇന്ന് ലോകത്തിലുള്ളതായ സകല ബോംബുകളും പൊട്ടിക്കുന്നതിനേക്കാൾ വലിയ ഒച്ചത്തിൽ, വലിയ ശബ്ദത്തോടുകൂടി ആയിരിക്കും, ഏറ്റവും വലിയ മഹത്വത്തോടുകൂടി ആയിരിക്കും യേശു ക്രിസ്തു ഈ ലോകത്തിൽ രണ്ടാമത് വരുവാൻ തക്കവണ്ണം പോകുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും. ഇതിങ്കൽ ആശ്ചര്യപ്പെട്ടു പോകരുത്, കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ കല്ലറകളിലുള്ളവർ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ശബ്ദം കേൾക്കുമെങ്കിൽ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നവർ അവൻ്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നത്? എങ്ങനെയാണ് രഹസ്യമായി സഭയെ ചേർത്ത് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് യേശു ക്രിസ്തു മധ്യാകാശത്തിൽ ഒരു രഹസ്യ കച്ചവടം നടത്താൻ പോകുന്നത്? ഇത് വേദപുസ്തക വിരുദ്ധ ഉപദേശമാണ്. ഇങ്ങനെ യേശു ക്രിസ്തു രഹസ്യമായി വരുമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതായ ദുരുപദേശക്കാരാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ വിശ്വസിക്കുന്നതായ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ദുരുപദേശക്കാരെന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തു വരുമ്പോൾ സകല കണ്ണും അവനെ കാണും. യേശു ക്രിസ്തു അക്ഷരീയമായി വരും. യേശു ക്രിസ്തു വരുന്നത് എല്ലാവരും കാണും. യേശു ക്രിസ്തു വരുന്നത് എല്ലാവരും കേൾക്കും. യേശു ക്രിസ്തു വരുന്നത് ആരും അറിയാതെ പോവുകയില്ല. ഇത് ദൈവവചനം പഠിപ്പിക്കുന്നതായ സത്യവിശ്വാസമാണ്. ഈ വിശ്വാസമാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയ്ക്ക് ഉള്ളത്. അങ്ങനെയെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ ദുരുപദേശക്കാർ എന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കും? അഞ്ചാമതായി, ഏറ്റവും ഒടുവിലായി, സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വേദപുസ്തകം പൂർണ്ണമായും ദൈവസ്വാസ്യമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ 10 കൽപ്പന മനുഷ്യൻ ഇന്നും അനുസരിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ അനുസരിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നതായ ഒരു സഭയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, വേദപുസ്തകം പൂർണ്ണമായും ദൈവസ്വാസ്യമാണ്, അതൊരിക്കലും മാറിപ്പോകുന്നതല്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ പറയുന്നത് പോലെ ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും മാറിപ്പോവുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൊണ്ട് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭക്കാർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് 10 കൽപ്പന അനുസരിക്കുവാൻ എല്ലാ ക്രിസ്ത്യാനികളും ഇന്ന് ബാധ്യസ്ഥരാണ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകത്തിലുള്ളതായ സകല മനുഷ്യരും ആ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തക്കവണ്ണം ബാധ്യസ്ഥരാണ്. ചിലർ പറയും യേശു ക്രിസ്തു വന്നു 2 കൽപ്പനകൾ തന്നു. ശരിയാണ്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം. ഇതാകുന്നു ഒന്നാമത്തേതും വലുതുമായ കൽപ്പന. രണ്ടാമത്തേത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതാകുന്നു രണ്ടാമത്തതും വലിയ ന്യായപ്രമാണവും. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും അടങ്ങിയിരിക്കുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, 10 കൽപ്പനകൾ വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുകയാണ്. ആ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ ആദ്യത്തെ 4 കൽപ്പന മനുഷ്യൻ ദൈവവുമായുള്ളതായ ബന്ധത്തെ കാണിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ ദൈവത്തെ ആരാധിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ നീ അവനെ സേവിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ നീ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക. അപ്പോൾ നീ അവനെ കണ്ടെത്തും, അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും, അപ്പോൾ നീ അവൻ്റെ പുത്രനാകും, ആ ദൈവം നിന്റെ ദൈവമായി തീരും. 5 മുതൽ അവസാനം വരെയുള്ള 10-ാമത്തെ കൽപ്പന വരെയുള്ള 6 കൽപ്പനകൾ മനുഷ്യനുമായുള്ളതായ ബന്ധമാണ്. നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത് എന്ന് പറയുന്നതായ ഈ കൽപ്പനകൾ മനുഷ്യരോട് നാം ചെയ്യേണ്ടതായ കടമകളാണ്. ഈ 2 കൽപ്പനകളെയും ചുരുക്കി കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, ഈ 2 കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും അടങ്ങിയിരിക്കുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഇന്ന് ലോകത്തിലുള്ളതായ സകല ക്രൈസ്തവരും, ഭൂരിപക്ഷം ക്രൈസ്തവരും പറയുന്നത് ഈ ദൈവത്തിൻ്റെ 10 കൽപ്പന അനുസരിക്കേണ്ടതായ ആവശ്യമില്ല. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, 1-ാമത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇത് നമുക്ക് ലംഘിക്കാൻ കഴിയുമോ? 2-ാമത്തെ കൽപ്പന, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്, ഇത് ദൈവത്തിൻ്റെ 2-ാമത്തെ കൽപ്പന. ഇതെങ്ങനെ നമുക്ക് ലംഘിക്കാൻ കഴിയും? ഇതെങ്ങനെ ലംഘിക്കും എന്ന് നിങ്ങൾ ഉപദേശിക്കും? ഇത് ഒരിക്കലും ലംഘിക്കാൻ കഴിയുകയില്ല. 3-ാമത്, ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത്, ഇത് നമുക്ക് ലംഘിക്കാൻ കഴിയുമോ? 4-ാമത്,
ഏറ്റവും വിശദീകരിച്ചെഴുതിയിരിക്കുന്നതായ ഒരു കൽപ്പനയാണ്. കൽപ്പനകളിൽ മധ്യത്തിലായി ഏറ്റവും വലുതായി മറന്നു പോകരുതേ, അത് ഓർത്തുകൊള്ളണമേ എന്ന വലിയ ആഹ്വാനത്തോടുകൂടെ എഴുതിയിരിക്കുന്നതായ ഒരു കൽപ്പനയാണ് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസം യഹോവയായ ദൈവം ആകാശവും ഭൂമിയും അതിലുള്ളതായ സകലവും സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലിയും പടിവാതിൽക്കുള്ളതായ പരദേശിയും ഒരു വേലയും ചെയ്യരുത്. അത് യഹോവയുടെ ശബത്ത് ആകുന്നു. ഇത് മനുഷ്യനുണ്ടാക്കിയതായ ശബത്തല്ല, ഉണ്ടാക്കിയതായ ആരാധന ദിവസവുമല്ല. ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം അവരുടെ ജനമായിരിക്കേണ്ടതിനും ആ ജനം ദൈവത്തിൻ്റെ ജനമായിരിക്കേണ്ടതിനും ദൈവം നൽകിയതായ ഒരു അടയാളമാണ്. ഈ കൽപ്പന 10 ഇന്ന് മനുഷ്യൻ അനുസരിക്കുവാൻ തക്കവണ്ണം ബാധ്യസ്ഥനാണ് എന്ന് വിശ്വസിക്കുകയും ഉപദേശിക്കുകയും അതനുസരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായ ഒരു സഭയാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരനെ കേട്ടുകൊള്ളണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, there is a conditional clause, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കും. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം പറയുന്നത്: ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നതായ സകല മനുഷ്യരുമേ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഇന്ന് യേശുവിലുള്ളതായ വിശ്വാസം ഉള്ളതായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു പടി കൂടെ മുന്നിലേക്ക് വന്ന് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇത് എൻ്റെ ഉപദേശമോ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ഉപദേശമോ അല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം ദൈവത്തെ സ്നേഹിക്കുന്നതായ സകല മനുഷ്യർക്കുമായി നൽകുന്നതായ ഒരു വലിയ ഇൻവിറ്റേഷനാണ്. ആ ഇൻവിറ്റേഷൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തിയാണ് എങ്കിൽ ദൈവകൽപ്പന പ്രമാണിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ വിധേയപ്പെടുത്തണം എന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ പറയുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവസ്നേഹം നിങ്ങളിലില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വേദപുസ്തകം വിശ്വാസത്തിൻ്റെ ഏക ആധാരം എന്ന് വിശ്വസിക്കുന്നു. സഭയ്ക്ക് ധാരാളം എഴുത്തുകളുണ്ട്. അവയൊക്കെയും വേദപുസ്തകം എന്തു പറയുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നതായ പുസ്തകങ്ങളാണ്. അവയൊന്നും ഒരിക്കലും വേദപുസ്തകത്തിന് മുകളിലാകുകയില്ല. വേദപുസ്തകത്തെ മാറ്റിവെച്ചിട്ട് ആ എഴുത്തുകളൊന്നും ഒരു സ്ഥാനവും അലങ്കരിക്കുന്നില്ല. വേദപുസ്തകത്തിൽ പറയാത്തതായി ഒന്നും തന്നെ വിശ്വാസ പ്രമാണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. വേദപുസ്തകം വിശ്വാസിയുടെ വിശ്വാസത്തിന് ആധാരം എന്ന് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നു. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, യേശു ക്രിസ്തുവാണ് എന്നെയും നിന്നെയും സൃഷ്ടിച്ചത് എന്ന് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നു. എവല്യൂഷൻ അഥവാ ആയിരക്കണക്കിന് വർഷങ്ങളെടുത്താണ് സൃഷ്ടിച്ചത് എന്ന് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നില്ല. 24 മണിക്കൂറുകളുള്ള ഓരോ ദിവസം, അങ്ങനെ 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും അവയിലുള്ളതായ സകല ചരാചരവും മനുഷ്യനുൾപ്പെടെ ദൈവം സൃഷ്ടിച്ചു എന്ന് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നു. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നുവെന്നും അത് യഹോവയുടെ വിശുദ്ധ ശബത്ത് ആണ് എന്ന് വേദപുസ്തകം പറയുന്നത് കൊണ്ട് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ആ വിശുദ്ധ ശബത്തിനെ ആരാധന ദിവസമായി ആചരിക്കുകയും അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും ദൈവത്തെ ആരാധിക്കണം, എല്ലാ ദിവസവും ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നാൽ 7-ാം ദിവസം ദൈവ ആരാധനയ്ക്കായി മാത്രം നാം ആ ദിവസത്തെ മാറ്റിവെക്കണം. പ്രവാചകന്മാർ പറയുന്നത്, അന്ന് യഹോവയുടെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാലടക്കി വെച്ച് നേരം പോക്കുകളിൽ മുഴുകാതെ
അത് യഹോവയുടെ വിശുദ്ധ ദിവസം നിനക്ക് യോഗ്യമെന്നെണ്ണുമെങ്കിൽ, അതിനെ വിശുദ്ധമായി നീ എണ്ണുമെങ്കിൽ, ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുമെന്ന് യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. മൂന്നാമതായി ദൈവത്തിൻ്റെ വചനം പറയുന്നതിന് പ്രകാരം സെവൻത് അഡ്വെന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ലോകത്തിലുള്ളതായ ഏതൊരു മനുഷ്യനും രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ളതായ രക്ഷ പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതായ ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുകയും ദൈവവചനപ്രകാരം ജീവിക്കുകയും ചെയ്യും. ആ ജീവിച്ചത് കൊണ്ടല്ല രക്ഷ ലഭിക്കുന്നത്, കൃപയാൽ രക്ഷ ലഭിക്കുന്നു. എന്നാൽ രക്ഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്നവർ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കും എന്നുള്ളതിൽ സംശയമില്ല എന്ന് സെവൻത് അഡ്വെന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നു. നാലാമതായി സെവൻത് അഡ്വെന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു വേഗം വരും. വേഗം വരുന്നവനായി യേശു ക്രിസ്തു രഹസ്യമായല്ല വരുന്നത്, അവൻ പരസ്യമായി സകലരുടെയും കാഴ്ചയ്ക്ക് കാണുമാറ്, സകലരുടെയും കേൾവിക്ക് യോഗ്യമാം വണ്ണം എല്ലാവരും ആഗ്രഹിക്കുന്നതിലുപരിയായുള്ള മഹത്വത്തോടുകൂടെ കർത്താവ് യേശു ക്രിസ്തു വരും എന്ന് സെവൻത് അഡ്വെന്റിസ്റ്റ് സഭ വിശ്വസിക്കുന്നു. രഹസ്യമായല്ല, അവൻ പരസ്യമായി തന്നെ വരിക തന്നെ. യേശു ക്രിസ്തു രണ്ടാമത് വരും. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, സെവൻത് അഡ്വെന്റിസ്റ്റ് സഭ ദുരുപദേശത്തിൻ്റെ സഭയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുകയും അങ്ങനെ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടെ പുനർചിന്തനം ചെയ്യാനുള്ളതായ അവസരം ദൈവം ഇന്ന് നിങ്ങൾക്ക് പകൽക്കാലം നൽകുകയാണ്. ലോകത്തിലുള്ളതായ സകലരും ദൈവകൽപ്പന പ്രമാണിക്കുന്നതായ സെവൻത് അഡ്വെന്റിസ്റ്റ് സഭയോട് വേർപാടാചരിക്കുകയാണ്. സെവൻത് അഡ്വെന്റിസ്റ്റ് സഭയെ ആരോടും കൂട്ടാതെ മാറ്റി നിർത്തുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര ചെയ്ത് കനാൻ ദേശത്തേക്ക് എത്തുന്നതുവരെയും ഇസ്രായേൽ മക്കളെ ലോകത്തിലുള്ളതായ സകല ജനവും ഇത്തരത്തിൽ മാറ്റി നിർത്തി. കാരണം അവരെക്കുറിച്ചുള്ളതായ ഭീതി അവരെ ആഴ്ത്തിക്കളഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇന്ന് അനേകർക്ക് ആ ഭീതിയുണ്ട്. സെവൻത് അഡ്വെന്റിസ്റ്റ് സഭക്കാർ ദൈവവചനം പഠിപ്പിക്കുന്നവരാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് ചില ഉപദേശകന്മാർ അവർ ദുരുപദേശക്കാരാണ് എന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട് അവരുടെ വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, അവരുടെ ഉപദേശം നിങ്ങൾ കേൾക്കാതെ ദൈവവചനത്തിൽ എന്ത് പറയുന്നുവെന്ന് വിശ്വസിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാനിന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. സെവൻത് അഡ്വെന്റിസ്റ്റ് സഭക്കാർക്ക് തല്ലുകൂടാനോ മൽപ്പിടുത്തം നടത്താനോ വാഗ്വാദം നടത്താനോ താല്പര്യമില്ല. കാരണം അതിനുള്ളതായ ഒരു മൂവ്മെൻ്റ് അല്ല സെവൻത് അഡ്വെന്റിസ്റ്റ് സഭ. കാരണം വേദപുസ്തകത്തിൽ വളരെ തെളിവായി പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ഇന്ന് സാധാരണക്കാരന് മനസ്സിലാകുന്നതായ ഭാഷയിൽ അവനവൻ്റെ ഭാഷയിൽ അച്ചടിച്ച് കൊടുത്തിട്ടും അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം വകയില്ലാതെ ദുരുപദേഷ്ടകന്മാർ അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. സാത്താൻ ന്യായപ്രമാണത്തിലുള്ളതായ നന്മകളെ കാണാതിരിക്കേണ്ടതിന് സാത്താൻ അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞിരിക്കുന്നുവെന്നാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകം പറയുന്നതായ സത്യത്തെ അത് ഇല്ലാതാക്കി കളയുവാൻ തക്കവണ്ണം ഇന്ന് ലോകം ഒരുമിച്ച് നിൽക്കുകയാണ്. അവർ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കി കളയുകയാണ്. ലോകം ദൈവത്താൽ അല്ല സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഇന്ന് ക്രൈസ്തവർ പോലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമല്ല, ഇന്ന് അനേക മാർഗങ്ങളിലൂടെ രക്ഷ പ്രാപിക്കാമെന്ന് ക്രൈസ്തവ ഉപദേശകന്മാർ പോലും ഇന്ന് പ്രസംഗിച്ചു നടക്കുന്നതായ ഒരു കാലഘട്ടമാണ്. കർത്താവ് യേശു ക്രിസ്തു രഹസ്യമായി വരും, അവൻ വരുമ്പോൾ നിങ്ങൾ ആരും കാണില്ല എന്ന് പറഞ്ഞു നടക്കുന്നതായ ഒരു ദുരുപദേശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദൈവകൽപ്പന പ്രമാണിക്കേണ്ടതായ ആവശ്യമില്ല എന്ന് സാത്താൻ പണ്ട് പറഞ്ഞതുപോലെ, ഏദൻ തോട്ടത്തിൽ ആദാം ഹവ്വ ദമ്പതിമാരെ സാത്താൻ പറഞ്ഞു തെറ്റിച്ചതുപോലെ ഇന്ന് പിശാചിൻ്റെ ആത്മാവോടുകൂടെ അനേക ദുരുപദേശകന്മാർ വന്ന് പറയുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പന ഇന്ന് നാം ആചരിക്കേണ്ടതായ ആവശ്യമില്ല. സാത്താനും അതുതന്നെയാണ് പറയുന്നത്. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, സെവൻത് അഡ്വെന്റിസ്റ്റുകാർ ദുരുപദേശകരല്ല. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അതുപോലെ ഉപദേശിക്കുകയും അത് അനുസരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിൽ വിധേയപ്പെടുകയും ചെയ്യുന്നതായ ഒരു കൂട്ടം വിശ്വാസ സമൂഹമാണ് സെവൻത് അഡ്വെന്റിസ്റ്റുകാർ. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരുന്നതായ പ്രിയ ദൈവമക്കളെ, നമുക്ക് യുദ്ധം മനുഷ്യരോടല്ല,
ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തിയോടത്രേ നാം യുദ്ധം ചെയ്യുന്നത്. ദൈവകൽപ്പന പ്രമാണിക്കുന്നതായ ദൈവജനത്തോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഈ ലോകത്തിലുള്ളതായ സകല ദുരുപദേശക്കാരും ഒരുമിച്ച് ചേർന്ന് അവർ കടൽപ്പുറത്തെ മണൽ പോലെ വലിയ ബാഹുല്യതയോടുകൂടെ നിൽക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വചനം പ്രമാണിക്കുന്നതായ നിങ്ങൾ ഏത് ലോകത്തിലായിരുന്നാലും ഏത് സമൂഹത്തിലായിരുന്നാലും ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്, എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഈ ദൈവത്തിൻ്റെ വചനം കേട്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ഉപദേശങ്ങളെ നിങ്ങൾ അംഗീകരിക്കുകയോ അതിനെ അനുകരിക്കുകയോ ചെയ്യേണ്ട. എന്നാൽ വേദപുസ്തകം എന്തു പറയുന്നുവെന്ന് നിങ്ങൾ തനിയേ ഇരുന്ന് വായിക്കുക, അത് പഠിക്കുക. ദൈവ ആത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ട് ദൈവവചനം പ്രമാണിക്കുവാൻ നിങ്ങളെ തന്നെ നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ എളിമയോടുകൂടെ നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇന്ന് പകൽക്കാലം ദൈവം ഇടവരുത്തുമാറാകട്ടെ. സഭാപ്രസംഗി 12-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അത് ആകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഏത് ഉപദേശത്തിലായിരുന്നാലും ഏത് വിശ്വാസമാണ് നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ അതെല്ലാം കേട്ടുകൊള്ളുക. എന്നാൽ വിവേചിച്ച് അറിയുവാൻ ദൈവം നൽകിയിരിക്കുന്നതായ ബുദ്ധി കൊണ്ട് നിങ്ങൾ ദൈവവചനം പഠിക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. നിങ്ങളെയും ദൈവം അത്തരത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് വിധേയപ്പെട്ട് ദൈവവചനം പ്രമാണിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ ദൈവവചനം പറയുന്നത് പോലെ വിശ്വസിക്കുകയും അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവിൽ വിധേയപ്പെടുകയും ചെയ്യുന്നതായ ഒരു കൂട്ടം വിശ്വാസികളാണ്. അവർ ദുരുപദേശക്കാരല്ല, അവർ മനുഷ്യ സ്നേഹികളും ദൈവഭക്തരുമായ മനുഷ്യരാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ചെറിയ കൂട്ടമായി നിൽക്കുന്ന ആ ദൈവജനത്തോട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. ലോകത്തിൽ കഷ്ടതകളുണ്ട്, നിങ്ങളെ മനുഷ്യർ ഒറ്റപ്പെടുത്തും. ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ പീഡനമേൽക്കേണ്ടതായിട്ട് വരും. പൂർവ്വകാലങ്ങളിൽ അത്തരത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചതായ സകല മനുഷ്യർക്കും വിവിധമായ പീഡനങ്ങൾ ഉണ്ടായിരുന്നു. ആ പീഡനങ്ങൾ ഏൽക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ അന്ത്യനാളിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ ഒരു വലിയ കൂട്ടം ജനതയെ ദൈവം ഒരുക്കുമ്പോൾ ആ കൂട്ടത്തിൽ മുദ്രയിടപ്പെട്ട് വേർപെടുത്തി ദൈവത്തിൻ്റെ ജനമായി എണ്ണുന്നതായ ഓരോരുത്തരുമായി തീരുവാൻ ദൈവം നിങ്ങളെ ഇന്ന് പകൽക്കാലം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇന്ന് നമ്മുടെ ശുശ്രൂഷയുടെ അവസാനമായി നമുക്കേവർക്കും എഴുന്നേറ്റ് നിന്ന് 271 പാട്ട് നമുക്ക് ചേർന്ന് പാടാം. 271 പാട്ട്. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ. കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നീ
പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം. കള്ളമേതും നിനയ്ക്കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നിനയ്ക്കേണ്ട നിന്നുള്ളിൽ നീ. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു. തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിട്ട നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിട്ട നീ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിൻ്റെ വചനം കേട്ടുവല്ലോ. ദൈവത്തിൻ്റെ വചനത്തിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ചില സാഹചര്യങ്ങളാൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ കഴിയാതെ വരുന്നവരാണ് എങ്കിൽ, ചില ബാഹ്യ സമ്മർദ്ദങ്ങളാൽ ദൈവവചനം അനുസരിക്കാൻ കഴിയാതെ വരുന്നവരാണ് എങ്കിൽ, ഇതുവരെയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയാത്തവരാണ് എങ്കിൽ, നിങ്ങൾ ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. ദൈവ ആത്മാവിന് നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എന്നോടൊപ്പം കണ്ണുകളെ അടച്ച് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വലിയതേക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചിരിക്കുന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമേ, ശോധന ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ച് അങ്ങയുടെ രാജ്യത്തിൽ എത്തുവോളം ഞങ്ങളെ അങ്ങയുടെ ചിറകിൻ്റെ മറകിൽ മറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് ഇന്ന് ദുരുപദേശം ലോകത്തിൽ വ്യാപിപ്പിച്ച് അനേകരെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുവാൻ തക്കവണ്ണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം കേട്ടതായ പ്രിയമക്കളെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അണച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ അണയ്ക്കുന്നത് പോലെ ദൈവമേ, അങ്ങയുടെ ഭക്തന്മാരെ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ മറച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന് വിട്ടുകൊടുക്കാതിരിക്കേണ്ടതിന് ദൈവമേ, അങ്ങയുടെ ആത്മാവിനാൽ മുദ്രയിട്ട് കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വേഗം വരികയും അങ്ങയുടെ ഭക്തന്മാരെ അങ്ങയുടെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യുന്നതായ ആ മഹത്വകരമായ പ്രത്യക്ഷതയിൽ ഞങ്ങൾക്കും പങ്കുണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കുവാൻ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കുമായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ആത്മാവിനാൽ ഓരോരുത്തരെയും നയിക്കുമാറാകണമേ. സകല സത്യത്തിലും പ്രിയ ദൈവമക്കളെ അങ്ങ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ ബലത്തിൽ ഓരോരുത്തരും ജീവിച്ച് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ കർത്താവ് മേഘാരൂഢനായി വന്ന് ഞങ്ങളെ ചേർക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ളതായ വിളി കേട്ട് ആ മഹത്വകരമായ പ്രത്യക്ഷതയുടെ ഭാഗമായി ദൈവരാജ്യത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും എണ്ണണമെന്ന് യേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും പിതാവിനുള്ളതാകുന്നുവല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ചതായ എല്ലാ കാര്യങ്ങളോടും വിശിഷ്യാൽ ദൈവവചനം പ്രമാണിക്കുവാൻ തീരുമാനമെടുക്കുന്നതായ എല്ലാ പ്രിയ ദൈവമക്കളോടും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.